ഹായ് എവരിബഡി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജോൺ ഡാൾട്ടൻ്റെ 6 പ്രസ്താവനകളും അതുപോലെ തന്നെ സർ ഹംഫ്രി ഡേവിയുടെ പരീക്ഷണവും ആ പരീക്ഷണത്തിനൊടുവിൽ ആറ്റത്തിന് പോസിറ്റീവും നെഗറ്റീവും ചാർജുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് അദ്ദേഹത്തിന് പിൻതലമുറയായിട്ട് വന്നതാണ് മൈക്കിൾ ഫാരഡെ. മൈക്കിൾ ഫാരഡെ എന്ന് പറയുമ്പോൾ വൈദ്യുതിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം നമുക്ക് നൽകിയ കോൺട്രിബ്യൂഷനാണ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം. അതുപോലെ അതിൽ നിന്നും അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു നിയമമാണ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ നിയമം എന്നിവ. ഇനി നമുക്ക് ആറ്റത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് മറ്റു പല ശാസ്ത്രജ്ഞന്മാരും തുനിഞ്ഞിറങ്ങി. അവരാണ് ഹെൻറിച്ച് ഗിസ്ലർ, ജൂലിയസ് പ്ലക്കർ, വില്യം ക്രൂക്സ്, യുഗാൻ ഗോൾസ്റ്റീൻ, വില്യം റോൺടൺ എന്നിവരൊക്കെ. പക്ഷേ ഇവർ നടത്തിയ പരീക്ഷണങ്ങളൊന്നും തന്നെ ആറ്റത്തിൽ കൂടുതലായിട്ട് എന്തെല്ലാം ഉണ്ട് എന്നും ആറ്റത്തിൽ എത്ര കണങ്ങളുണ്ട് എന്നും ആറ്റത്തെ വീണ്ടും വിഭജിക്കാൻ കഴിയുമോ എന്നൊന്നും കണ്ടുപിടിക്കാനായില്ല. പക്ഷെ അവരുടെ പരീക്ഷണങ്ങളെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന മറ്റു പല കാര്യങ്ങളിലേക്കും വഴിത്തിരിവായി. അവർ നടത്തിയ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്ചാർജ് ട്യൂബിലേക്ക് പല തരത്തിലുള്ള വാതകങ്ങൾ കടത്തിവിടുകയും ആ വാതകങ്ങളിലേക്ക് വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രവഹിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്തപ്പോൾ അവർ അതിൽ നിന്നും അവർക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ആ ഗ്യാസ് വാതകങ്ങൾ 2 സൈഡിലേക്ക് മാറി, 2 കമ്പോണൻസിലേക്ക് മാറി നിന്നു എന്നുള്ളതാണ്. അതിലവർക്ക് ആനോഡ് കാഥോഡ് കമ്പോണൻസുകളൊക്കെ ലഭിച്ചുവെങ്കിലും ഇതൊന്നും ആറ്റത്തിന്റെ കണ്ടുപിടുത്തത്തിന് ഒരു വഴിത്തിരിവായി മാറിയില്ല. അപ്പോൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലൂ കളർ കോളത്തിലാണ്, എക്സ്ട്രാ റീഡിങ് പോലെയാണ്. നിങ്ങൾ അതിൽ നിന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സ്പെരിമെന്റ്സ് എല്ലാം വായിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. അല്ലാതെ നിങ്ങളത് മുഴുവനായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അവരുടെ എക്സ്പെരിമെന്റിൽ നമുക്ക് ലഭിച്ച കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ന് മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റേസ്, അതേപോലെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന LED, LCD ടെലിവിഷൻസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള ടെലിവിഷൻസ്, കമ്പ്യൂട്ടറുകൾ, അതുപോലെ നമ്മളുടെ ECGക്ക് ഉപയോഗിക്കുന്ന കാഥോഡ് റേ ട്യൂബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ഈ എക്സ്പെരിമെന്റ്സിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ ആറ്റത്തിനെ കുറിച്ച് ഒന്നും തന്നെ ഒരു ധാരണയിൽ എത്താത്തത് കൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നീട് ആറ്റത്തെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയണമെന്നും ഇനി എന്തെല്ലാമാണ് ആറ്റത്തിൽ ഉള്ളതെന്നും അറിയുന്നതിന് വേണ്ടി ആറ്റത്തിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് ഒരു വഴിത്തിരിവായി മാറിയ ശാസ്ത്രജ്ഞനാണ് J.J. തോംസൺ. അദ്ദേഹം ഇവർ ചെയ്ത അതേ എക്സ്പെരിമെന്റ്സ് തന്നെ, അതായത് ഡിസ്ചാർജ് ട്യൂബിലേക്ക് പലതരത്തിലുള്ള വാതകങ്ങൾ കടത്തിയിട്ടുള്ള അതേ എക്സ്പെരിമെന്റ്സ് തന്നെയാണ് അദ്ദേഹവും ചെയ്തത്. ഈ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ സാധാരണ ട്യൂബ്ലൈറ്റ് പോലെയുള്ള അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് അദ്ദേഹവും ചെയ്തത്. അതിലേക്ക് അദ്ദേഹം പലതരത്തിലുള്ള വാതകങ്ങൾ കടത്തിവിടുകയും പക്ഷെ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു റിസൾട്ടാണ് കിട്ടിയത്. അതായത് അതിന് മുന്നേയുള്ള ശാസ്ത്രജ്ഞന്മാർക്കൊന്നും ലഭിക്കാത്ത തരത്തിലുള്ള ഒരു റിസൾട്ടാണ് J.J. തോംസണ് ഇതിലൂടെ ലഭിച്ചത്. അദ്ദേഹം ഈ വാതകങ്ങളെല്ലാം ശ്രദ്ധിച്ചപ്പോൾ ആ വാതകത്തിലൂടെ ഉണ്ടാകുന്ന രശ്മികൾ അല്ലെങ്കിൽ റേസിനെല്ലാം ഉണ്ടായിരുന്നത് നെഗറ്റീവ് ചാർജുകളായിരുന്നു ആ വാതകത്തിലൂടെ വരുന്ന രശ്മികൾക്കെല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന്. ഓൾറെഡി അത് ഹംഫ്രി ഡേവി തെളിയിച്ചിരുന്നുവെങ്കിലും അത് നല്ല രീതിയിൽ പ്രൂവ് ചെയ്യാൻ, എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയത് J.J. തോംസൺ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങൾക്ക് ഒരു പേര് നൽകി. അതാണ് ഇലക്ട്രോൺ അല്ലെങ്കിൽ E-. E എന്ന് പറയുന്നതാണ് ഇലക്ട്രോണിന്റെ സിമ്പൽ. ഈ നെഗറ്റീവ് വരുന്നത് അതിന്റെ ചാർജിനെ സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മൈനസ് സിമ്പൽ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഡിസ്ചാർജ് ട്യൂബിലൂടെ മറ്റുള്ള സയന്റിസ്റ്റുമാരൊക്കെ നടത്തിയത് പോലെ തന്നെ വാതകങ്ങൾ കടത്തി വിട്ടു. പക്ഷെ അദ്ദേഹത്തിന് ലഭിച്ച ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു കണം ഉണ്ടെന്നും അത് ഇലക്ട്രോൺ ആണെന്നും അദ്ദേഹം പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിന് ആറ്റത്തേക്കാൾ ഭാരം വളരെയധികം കുറവാണെന്നും അദ്ദേഹം വിലയിരുത്തി. ആറ്റത്തേക്കാൾ ഭാരം വളരെ കുറവാണ് ഇലക്ട്രോണിന് ഉള്ളത് എന്നും അദ്ദേഹം വിലയിരുത്തി. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി, ആറ്റത്തെ വീണ്ടും വിഭജിക്കാൻ കഴിയുമെന്ന്. ആറ്റം ഈസ് എ ഡിവിസിബിൾ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തെ നമുക്ക് വീണ്ടും
വിഭജിക്കാൻ കഴിയുമെന്നും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ഇലക്ട്രോൺ എന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണെന്നുള്ളത് J.J. തോംസൺ തെളിയിച്ചു. പിന്നീട് J.J. തോംസന് ശേഷം മറ്റൊരു സയന്റിസ്റ്റ് വന്നത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എന്തായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഓൾറെഡി J.J. തോംസൺ കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കാനുള്ളത് ആറ്റത്തിന്റെ പോസിറ്റീവ് പാർട്ട് എന്താണെന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പരീക്ഷണമാണ് ചെയ്തത്. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിന്നായിട്ടുള്ള ഗോൾഡ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു സ്വർണത്തിന്റെ തകിടിലേക്ക് അദ്ദേഹം ആൽഫ റേസ് പാർട്ടിക്കിൾസ് കടത്തിവിട്ടു. അതായത് ആൽഫ റേസ് പാർട്ടിക്കിൾസ് ഒരു തിന്നായിട്ടുള്ള ഗോൾഡ് ഷീറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഗോൾഡ് തകിടിലേക്ക് കടത്തിവിട്ടു. ഈ ആൽഫ റേസിനുള്ളത് പോസിറ്റീവ് ചാർജാണ്. ഓൾറെഡി ആ ആൽഫ കണങ്ങൾക്കുള്ളത് പോസിറ്റീവ് ചാർജാണ്. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ അദ്ദേഹം എന്തിലേക്ക് കടത്തിവിട്ടു? ആ ഗോൾഡ് ഷീറ്റിലേക്ക് കടത്തിവിട്ടു. അപ്പോൾ ഈ ഗോൾഡ് ഷീറ്റിലേക്ക് പതിക്കുന്ന റേസിന്റെ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വൃത്താകൃതിയിലുള്ള ഒരു ഫോട്ടോ ഇലക്ട്രിക് പ്ലേറ്റ് അതിന് ചുറ്റും സെറ്റ് ചെയ്ത് വെച്ചു. വൃത്താകൃതിയിലുള്ള ഒരു ഫോട്ടോ ഇലക്ട്രിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് മെറ്റീരിയൽ അദ്ദേഹം അതിന് ചുറ്റും വെച്ചു. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കും എന്താണ്? വളരെ കൂടുതലായിട്ട് തിക്കായിട്ട് പോകുന്ന ആൽഫ റേസ്, അതായത് ആ റെഡ് ലൈൻ ഏറ്റവും തിക്കായിട്ട് പോകുന്നത് ആ ഗോൾഡ് ഷീറ്റിന്റെ ഒരൊറ്റ പോയിന്റിലേക്കാണ്, ഒരേ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചാണ് അത് പോകുന്നത്. ഒരേ ഭാഗത്തേക്ക് മാത്രം കേന്ദ്രീകരിച്ചിട്ടാണ് ആ തിക്കായിട്ടുള്ള ലൈൻ പോകുന്നത്. പിന്നീട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നെല്ലാം 2 or 3 രശ്മികൾ മാത്രമാണ് വ്യതിചലിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. ഇതിൽ നിന്നും നമ്മളുടെ ഏണസ്റ്റ് റുദർഫോർഡിന് എന്ത് മനസ്സിലായി? ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുകളെല്ലാം ഒരേ ഭാഗത്തേക്ക് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആറ്റത്തിന്റെ പോസിറ്റീവ് പാർട്ടുകളല്ല അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എല്ലാം ഒരേ ഭാഗത്തേക്ക് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്, അതായത് ആറ്റത്തിന് ഒരു കേന്ദ്ര ബിന്ദു ഉണ്ട്. അതിന് അദ്ദേഹം നൽകിയ ഒരു പേരാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആറ്റത്തിന്റെ സെന്റർ ഉണ്ട്, ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിന് അദ്ദേഹം കൊടുത്ത പേരാണ് ന്യൂക്ലിയസ്, അതായത് ആറ്റത്തിന്റെ കേന്ദ്രഭാഗം. ആ ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗത്തിലേക്കാണ് എന്ത് പോകുന്നത്? ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുകളെല്ലാം പോകുന്നത് എന്ന് അദ്ദേഹത്തിന് ആ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായി. അപ്പോ അവിടെ എന്തും കൂടി ഉണ്ട്? ഒരു പോസിറ്റീവ് പാർട്ടിക്കിൾ കൂടി ഉണ്ട്. അതിന് അദ്ദേഹം നൽകിയ പേരാണ് പ്രോട്ടോൺ. സ്മോൾ ലെറ്റർ പി ആണ് കൊടുത്തിട്ടുള്ളത്. പ്രോട്ടോണിന് അദ്ദേഹം സ്മോൾ ലെറ്റർ പി എന്ന് പറയുന്ന ഒരു സിമ്പൽ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് സിമ്പലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രോട്ടോണിന് അദ്ദേഹം പോസിറ്റീവ് കൊടുത്തിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കാം? പി ഫോർ പോസിറ്റീവ് എന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ പ്രോട്ടോണിന് എന്ത് ചാർജ് ആണെന്ന് മനസ്സിലാവും? പോസിറ്റീവ് ചാർജ് ആണെന്നുള്ളത് മനസ്സിലാവും. പോസിറ്റീവിനും പി ഉണ്ട്, പ്രോട്ടോണിനും പി ഉണ്ട്. അപ്പോ പി ഫോർ പോസിറ്റീവ്. അപ്പൊ പ്രോട്ടോണിന് എന്ത് ചാർജ് ആണ്? പോസിറ്റീവ് ചാർജ് ആണുള്ളതെന്നും പിന്നെ ഒരു ചാർജ് മാത്രമേ അവിടെ ഉള്ളൂ, അത് നെഗറ്റീവ് ചാർജ് ആണ്. അത് ആർക്കായിരിക്കും? ഇലക്ട്രോണിനായിരിക്കും എന്നുള്ളത് ഓൾറെഡി നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം 2 കാര്യങ്ങളാണ് കണ്ടെത്തിയത്. ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ടെന്നും സെന്റർ ഓഫ് ദ ആറ്റം വിൽ ബി ന്യൂക്ലിയസ് ആൻഡ് there will be another positive particle that can call proton. അതായത് ആറ്റത്തിന് ഒരു പോസിറ്റീവ് പാർട്ട് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോൺ എന്നും ആറ്റത്തിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് എന്നും അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ ഇവിടെ ഇലക്ട്രോണിന്റെ ഭാരം നമ്മൾ പറഞ്ഞു. J.J. തോംസൺ എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? ആറ്റത്തേക്കാൾ വളരെ കുറഞ്ഞ ഭാരമാണ് ഇലക്ട്രോണിനുള്ളത് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ പ്രോട്ടോണിന്റെ ഭാരം നോക്കി റുദർഫോർഡ് ഭാരം നോക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് അത് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമായ വെയിറ്റ് അല്ലെങ്കിൽ അത്രയും മാസ് ഉണ്ട് എന്തിന്? പ്രോട്ടോണിനെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ആറ്റമാണ്. എന്ത്? ഹൈഡ്രജൻ ആറ്റം. നമ്മൾ പീരിയോഡിക് ടേബിൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും ആദ്യത്തെ ആറ്റവും ഏറ്റവും ചെറിയ ആറ്റവും ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പൊ ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സെയിം വെയിറ്റ് ആണ് ആർക്ക് വരുന്നത്? പ്രോട്ടോണിന് വരുന്നത് എന്നുള്ളത് നമ്മളുടെ റുദർഫോർഡിന് മനസ്സിലായി. അങ്ങനെ റുദർഫോർഡ് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ജെയിംസ് ചാഡ്വിക്
റുദർഫോർഡിന് ശേഷം ഇനി ആറ്റത്തിൽ മറ്റെന്തെങ്കിലും കണ്ടെത്താനുണ്ടോ എന്നുള്ള പരീക്ഷണാടിസ്ഥാനത്തിൽ അദ്ദേഹം ആറ്റത്തെ ഒന്നുകൂടി വീക്ഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഇലക്ട്രോണും പ്രോട്ടോണും അതുപോലെ ആറ്റത്തിന്റെ ഒരു സെൻട്രും കാണാൻ കഴിഞ്ഞു എന്നതിലുപരി ആറ്റത്തിൽ മറ്റൊരു കണം കൂടി ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ആ കണത്തിന് അദ്ദേഹം കൊടുത്ത പേരാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ സ്മോൾ ലെറ്റർ n വെച്ചിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ന്യൂട്രോൺ. ന്യൂട്രോൺ എന്ന് പറയുന്ന ആ കണം ചാർജ് ലെസ് ആണ്, അതായത് ചാർജ് ഇല്ലാത്ത കണമാണ്. അതിന് ചാർജ് ഇല്ല. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഉണ്ട്. പക്ഷേ ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ലാത്ത ഒരു കണമാണ് ന്യൂട്രോൺ. അത് എന്തിനു വേണ്ടിയിട്ടാണ് ആറ്റത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജിലും പ്രോട്ടോൺ ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജിലുമായിട്ട് രണ്ട് ഭാരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ആറ്റത്തിന്റെ സെൻട്രൽ ന്യൂക്ലിയസ് ആണുള്ളത്. അപ്പൊ ആറ്റത്തിന്റെ ഭാരത്തെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാർജ്ലെസ് ആയിട്ടുള്ള ന്യൂട്രോണിനെ അവിടെ കൊടുത്തിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ കഴിയും. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റം പ്രധാനമായിട്ടും 3 പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ 3 കണങ്ങൾ, സൂക്ഷ്മ കണങ്ങൾ കൂടിയതാണ് എന്ത് ആറ്റത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത്. അതില് ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും പിന്നെ ചാർജ് ലെസ് ആയിട്ടുള്ള ന്യൂട്രോണും കൂടി ചേരുന്നതാണ് എന്ത് ആറ്റത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസണും അതുപോലെ തന്നെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡും അതുപോലെ ന്യൂക്ലിയസ് ആറ്റത്തിന്റെ സെൻട്രം കണ്ടുപിടിച്ചത് ആര് തന്നെയാണ്? റുദർഫോർഡ് തന്നെയാണ്. പിന്നെ ഈ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക്കുമാണ്. അപ്പോൾ ഓരോ ശാസ്ത്രജ്ഞർ എന്തെല്ലാം ഇൻവെൻഷൻസ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൽ ഇലക്ട്രോണിന്റെ ഭാരം ആറ്റത്തിന്റെ ഭാരത്തേക്കാൾ വളരെ കുറവാണെന്നും അതുപോലെ തന്നെ പ്രോട്ടോണിന്റെ ഭാരം ഹൈഡ്രജന്റെ ഭാരത്തിന് ഈക്വലന്റ് ആണെന്നും അതുപോലെ ന്യൂട്രോണിന്റെ ഭാരവും ഹൈഡ്രജന്റെ ഭാരത്തിന് ഈക്വൽ ആണെന്നും തെളിയിക്കാൻ കഴിയും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ 1.1-ൽ ഓരോ പാർട്ടിക്കിൾസിനെയും അല്ലെങ്കിൽ ആറ്റത്തിലുള്ള ഓരോ കണങ്ങളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോളമാണ്. അത് നിങ്ങൾ എന്ത് വന്നാലും അത് പഠിക്കുക തന്നെ വേണം. അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിങ്ങനെ 3 പാർട്ടിക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ കോളത്തെ. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഓരോ പാർട്ടിക്കിളിന്റെ അല്ലെങ്കിൽ ഓരോ കണത്തിന്റെയും ചാർജുകളാണ്. ഇലക്ട്രോണിന്റെ ചാർജ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ് വരുന്നത്. പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു P4 പോസിറ്റീവ്. അങ്ങനെ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് നമുക്ക് അങ്ങനെ പറയാം. പ്രോട്ടോണിന് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. പിന്നെ ന്യൂട്രോൺ ഓൾറെഡി നമുക്കറിയാം. ന്യൂട്രോൺ എന്താണ്? ചാർജ് ഇല്ലാത്ത കണമാണ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ചാർജ്ലെസ്. പിന്നെ അതിൽ പറയുന്നത് ഓരോന്നും എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത് ന്യൂക്ലിയസിന് പുറത്താണ്. അതായത് ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത് ന്യൂക്ലിയസിന് പുറത്താണ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഔട്ടർ സൈഡ് ഓഫ് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പ്രോട്ടോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. പ്രോട്ടോൺ ഈസ് സീൻ ഇൻ ദ ന്യൂക്ലിയസ്. പ്രോട്ടോൺ ന്യൂക്ലിയസിനുള്ളിലാണ് കാണപ്പെടുന്നത്. ന്യൂട്രോണും എവിടെ തന്നെയാണ് കാണപ്പെടുന്നത്? ഇറ്റ് ഈസ് ആൾസോ സീൻ ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂട്രോണും ന്യൂക്ലിയസിനുള്ളിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്തും അതുപോലെ പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ്? ന്യൂക്ലിയസിനുള്ളിലുമാണ് കാണപ്പെടുന്നത്. പിന്നെ ഭാരത്തെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഇലക്ട്രോണിന്റെ ഭാരം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തേക്കാൾ കുറവാണ്. അതിലൊരു നമ്പർ ഫിഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. പക്ഷേ ഹൈഡ്രജൻ ആറ്റത്തേക്കാൾ ഭാരം കുറവാണ് ആർക്ക്? ഇലക്ട്രോണിന് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രോട്ടോണിന്റെ ഭാരം എന്തിന് ഈക്വലന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു? ഹൈഡ്രജന്റെ ഭാരത്തിന് ഈക്വലന്റ് ആണ്. അതുപോലെ ന്യൂട്രോണിന്റെ ഭാരം എന്തിന് ഈക്വലന്റ് ആണ്? ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഭാരത്തിന് ഈക്വലന്റ് ആണ്. അപ്പോൾ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്തായാലും നിങ്ങൾ എഴുതി പഠിക്കണം.